എൻ്റെ പേര് നിമിഷ. ഞാൻ ആലുവയിൽ നിന്ന് വരുന്ന. ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ആദ്യമായി കൃപാസനത്തിൽ വന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് എനിക്കധികം ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും പള്ളിയിലൊക്കെ പോണ ഒരാളായിരുന്നു. പക്ഷേ ഇവിടത്തോട് എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. പിന്നെ എൻ്റെ മമ്മി പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോവാം, കാരണം അത്ര പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ മമ്മി നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കൃപാസനത്തിൽ ഞാൻ മമ്മിയുടെ ഒപ്പം വന്നു. ഞാനാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും മമ്മിയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ എടുത്തെങ്കിലും എനിക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സാക്ഷ്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മമ്മി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളായതുകൊണ്ട് മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു, നീ എടുത്തിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ മമ്മിയുടെ പേരിലോട്ടാക്കിയിട്ട് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ച് മമ്മി രണ്ടാമത് ഉടമ്പടി മമ്മിയുടെ പേരിലോട്ടാക്കിയിട്ട് ഉടമ്പടി എടുത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെറിയൊരു വിശ്വാസത്തിലോട്ട് വന്ന് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൂടുതൽ വിശ്വാസം വന്നത്. അപ്പം മമ്മിയുടെ ഉടമ്പടിയിൽ എൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സാക്ഷ്യത്തിൽ അതിന് മുമ്പായാലും എൻ്റെ ഫ്രണ്ട്സൊക്കെ പുറത്തോട്ട് പോണ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പുറത്തോട്ട് കാനഡ, UK എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും പുറത്തേക്ക് പോകണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ വെച്ചായിരുന്നു ഇങ്ങനെ മാതാവിൻ്റെ ഹിതം അറിയണം, എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് നിയോഗം വെക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ വെച്ചെങ്കിലും എനിക്ക് ഇവിടെയൊക്കെ തന്നെ നിൽക്കണം എന്നുള്ളൊരു വിചാരത്തിലായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഞാൻ മമ്മിയുടെ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കും, കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അതിനെപ്പറ്റി. അങ്ങനെ എല്ലാവരും പറഞ്ഞു IELTS എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ IELTS എഴുതാൻ ഞാൻ ജോലിക്ക് പോണ ആളാണ്. അപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ്സാണ് ഞാൻ IELTSൻ്റെ എടുത്തത്, 20 ദിവസത്തെ ക്ലാസ്. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ക്ലാസ് എടുത്തതും. പിന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് ഡെയിലി ക്ലാസ്സിൽ പോയി വരാനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലില്ല. ഞാൻ തന്നെ എൻ്റെ പഠിപ്പിനുള്ളത് മമ്മിയുടെ സപ്പോർട്ടോടെയാണ് ഞാൻ IELTSന് ചേർന്നത്. അങ്ങനെ ഞാൻ IELTSൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയറായി. അച്ഛനെ കാണാൻ വരാൻ നോക്കി, പക്ഷേ എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല. ഞാൻ എക്സാം എഴുതി, എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഒരു പോയിന്റിൽ പോയി. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവേ ഞാൻ എന്താ ചെയ്യേണ്ടത്, IELTS കിട്ടിയില്ല, കുഴപ്പമില്ല എന്നും മാതാവിൻ്റെ ഹിതമനുസരിച്ച് ഞാൻ പോയിട്ടുള്ളൂ, യേശുവിൻ്റെ ഇഷ്ടത്തിനെ മുന്നോട്ട് പോയിട്ടുള്ളൂ, എൻ്റെ ഒരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ചേച്ചി UK-യിലാണ്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, വന്നെയാണെങ്കിൽ ഈ സെപ്റ്റംബറിൽ കയറണം, കാരണം ഡിപ്പെൻഡിന് സെപ്റ്റംബറോടെ അവിടെ നിർത്തലാക്കണേന്, ജനുവരിയിലൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, മമ്മിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ചേച്ചി പറയുന്നുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ എന്നും ചേച്ചി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, നീ എന്നാൽ ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് മുന്നോട്ട് പോകണോ മമ്മി എന്ന് ചോദിച്ചു. മമ്മി പറഞ്ഞില്ല, മാതാവിനെ മുൻപിൽ നിർത്തിക്കൊണ്ട് നമുക്കിത് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, പേഴ്സണൽ പ്രെയറൊക്കെ ഉണ്ട്. അപ്പോൾ പേഴ്സണൽ പ്രെയർ മാതാവിനായിട്ട് സംസാരിക്കുമ്പോഴേക്കും മാതാവ് വചനത്തിലൂടെയൊക്കെ പറയുന്നുണ്ട് മുന്നോട്ട് പൊക്കുമെന്നും. അങ്ങനെ ഞാനും മമ്മിയും കൂടെ ഇവിടെ പുതുക്കാൻ വേണ്ടി വന്ന്, ഇവിടെ ഞായറാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ മമ്മി പുതുക്കാൻ കയറി. ഞാൻ ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ ഇവിടെ ആൾത്താരയിൽ നോക്കിയിരുന്ന് കരയണയാണ്. കാരണം എൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല, പൈസയായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, നമ്മൾ വിചാരിക്കാത്തൊരാഗ്രഹമാണ് മാതാവ് മുന്നോട്ട് വെച്ച് തന്നേക്കണത്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉടമ്പടി എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിൽ ശരിക്കും പോകേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ധ്യാനം ഇപ്പോൾ തുടങ്ങുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ആ ധ്യാനം തുടങ്ങുമെന്നും പറഞ്ഞ് ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി ഇവിടെ 8 വർഷമായിട്ട് തന്നെയാണ്. ആ ചേച്ചി ഒരു ഹിന്ദു ചേച്ചിയാണ്. അപ്പം ഞാൻ ആ ചേച്ചിനോട് സംസാരിച്ചു. ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ പുറത്തോട്ട് പോകണമുള്ളൊരാഗ്രഹം വെച്ചിട്ടുണ്ട്, എനിക്കറിയില്ല, കാരണം എൻ്റെ കയ്യിൽ 0 ബാലൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി മാതാവിനെ പറ്റി ഒരുപാട് എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. മാതാവിനെ പറ്റി ആ സമയത്ത് ഞാൻ അറിഞ്ഞതും ആ ധ്യാനത്തിലിരുന്ന് ഫുൾ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതെങ്ങനെ ആ ചേച്ചിയുടെ നമ്പർ വാങ്ങിച്ചു, ഞാൻ എപ്പോഴും കോണ്ടാക്ട് ചെയ്യും. പിന്നെ ഈ ചേച്ചി എന്നെ ഉടമ്പടി ജീവിതം എന്താണെന്ന് ഈ ചേച്ചി എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. ശരിക്കും യേശു പറഞ്ഞ പോലെ നിനക്ക് മുൻപ് ഒരു ദൂതൻ അയക്കണ പോലെ എനിക്ക് വേണ്ടി ആ ചേച്ചിനെ അയക്കുകയായിരുന്നു എൻ്റെ ഇവിടെ നിന്ന് എൻ്റെ കൃപാസനമ്മ. എനിക്ക് ധ്യാനത്തിൻ്റെ കാര്യങ്ങളും പേപ്പറിൻ്റെ കാര്യങ്ങളും, ഞാൻ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. ഭയങ്കര
ഇങ്ങനെ നടന്ന് കൊടുക്കണ്ടേ എന്നുള്ളൊരു മടിയായിരുന്നു. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പേപ്പർ കൊടുക്കണ കാര്യങ്ങളും, പിന്നെ ഒരിക്കലും നിൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കരുത്, മാതാവിലോട്ടുള്ള വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനതെൻ്റെ മമ്മിക്ക് പറഞ്ഞു കൊടുത്തു. ലാസ്റ്റ് എൻ്റെ പ്രോസസ്സിങ് മുന്നോട്ട് പോണേണ്. അതിൻ്റെ ഇടയ്ക്ക് പേപ്പറിൻ്റെ കാര്യങ്ങളായാലും കുറേ വീട്ടിൽ പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കൊടുക്കാൻ മടിഞ്ഞ പേപ്പറൊക്കെ ഞാൻ ഈ ചേച്ചി പറഞ്ഞ് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുന്നു. പിന്നെ എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമായി തുടങ്ങി, പേപ്പർ കൊടുക്കാനും ഉപ്പിട്ട് വീട്ടിൽ ചുറ്റിനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ വന്ന് 2 സൈഡിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഓഫർ ലെറ്റർ വന്നപ്പോൾ അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച്, എൻ്റെ പാസ്പോർട്ടും ചേട്ടൻ്റെ പാസ്പോർട്ടും പിന്നെ എൻ്റെ 2 ഓഫർ ലെറ്ററായിട്ട് വന്ന് ഞാൻ കാണിച്ച് അച്ഛൻ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അതിലൊരു ഇൻ്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫോണിൽ നെറ്റ് വെച്ചിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് അവരെനിക്ക് സെലക്ഷൻ തന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് വേറൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ ഇൻ്റർവ്യൂ വെക്കരുത്, പിന്നെ നല്ല വൈഫൈ ഒക്കെ വേണമെന്ന്. അപ്പം ഞങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, മമ്മി നിത്യാരാധന പള്ളിയിൽ എല്ലാ ദിവസവും പോകും. അപ്പോൾ അവിടുത്തെ സിസ്റ്റർമാർക്ക് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, സാറില്ല ഇവിടെ വന്ന് ഇൻ്റർവ്യൂ കൂടിക്കോ, എപ്പോഴാണെന്ന് വിചാരിച്ചാൽ വന്നാൽ മതി, ഞങ്ങൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. ഇൻ്റർവ്യൂ പോയി കഴിഞ്ഞാൽ തീർന്നു, പിന്നെ നമുക്ക് പോകാനേ പറ്റില്ല. ഞാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് മാതാവ് എനിക്ക് തന്നേക്കണമെന്ന്. പക്ഷേ ആ സിസ്റ്റർമാർ എനിക്ക് വേണ്ടി അവിടെ ഇൻ്റർവ്യൂവിന് അവരുടേതായൊരു റൂം എനിക്ക് ഒരുക്കി തന്ന്, സിസ്റ്റർമാരും മമ്മിയും അപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ച്. അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. കാരണം വലിയ സൂപ്പറായിട്ട് ഇംഗ്ലീഷൊന്നും പറയുന്ന ആളല്ല. പക്ഷേ ആ സമയത്ത് എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും കാശുരൂപം എല്ലാം വെച്ചിട്ട് ഞാൻ ഫോൺ വഴിയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പക്ഷേ അവർ ചോദിച്ചു ഫോൺ വഴിയാണ് അറ്റൻഡ് ചെയ്തതെന്ന്. ആ സമയത്ത് എനിക്ക് അവരെ കാണാൻ പറ്റില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവാണെങ്കിൽ അപ്പുറത്തിക്കുന്ന ആൾ എനിക്കൊന്ന് കാണിച്ച് തന്നെ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറയാമായിരുന്നു. കാരണം ഇൻ്റർവ്യൂവിന് നമുക്ക് അപ്പുറത്തിക്കുന്ന ആളെ കാണാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷേ ആ സമയത്ത് ആ മാഡത്തിന് എന്നെ കാണാൻ പറ്റാത്തതുകൊണ്ട് മാഡം വീഡിയോ ഓൺ ചെയ്ത് എന്നിട്ട് എൻ്റെ അടുത്ത് പറയും പാസ്പോർട്ട് ശരിക്കും കാണിക്കുമെന്ന് പറയും. ശരിക്കും ഞാൻ നോക്കിയപ്പോൾ മാതാവിനെ പോലെ ഒരു സുന്ദരിയായൊരു ചേച്ചി. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി, മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു റിസൾട്ട് വരാൻ ടൈം എടുക്കും, 1 വീക്ക് എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ആയത് തന്നെ ഭയങ്കര ലേറ്റായിട്ടാണ്. അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആ ദിവസം തന്നെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനെ കണ്ട ദിവസം, മാതാവാണ് ഇത് ആഗ്രഹിച്ചെങ്കിൽ എനിക്ക് മാതാവിൻ്റെ ദിവസം അല്ലെങ്കിൽ മാതാവിൻ്റെ ഡേറ്റിൽ എനിക്ക് തരണം. കാരണം ഞാൻ എടുത്ത് ചാടി ഒരു കുഴിയിലോട്ട് ചാടാനോ സ്വന്തം ഇഷ്ടത്തിന് കാണിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. കാരണം ചുറ്റിനും എല്ലാവരും ഞങ്ങൾ അത്ര കുറേ പേര് സപ്പോർട്ട് ചെയ്യും, കുറേ പേര് ഞങ്ങൾ കുറ്റപ്പെടുത്തണേണ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, കാശില്ലെങ്കിൽ പോകാൻ നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറ്റപ്പെടുത്തണേണ്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ, മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിന് ലേറ്റ് ആയായിരുന്നു, പക്ഷെ മാതാവ് എനിക്ക് തന്നത് 7-ാം തീയതി ആയിരുന്നു ഡേറ്റ് തന്നത് ഇൻ്റർവ്യൂവിന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെ ഉറപ്പിച്ച കാര്യമാണെന്ന്. എനിക്ക് റിസൾട്ട് വന്നത് ചൊവ്വാഴ്ച, അതായത് തിങ്കളാഴ്ച ഇൻ്റർവ്യൂ, ചൊവ്വാഴ്ച റിസൾട്ട് വന്നു. അപ്പോൾ ഏജൻസിയിലെ സൈഡിൽ നിന്നൊക്കെ വെച്ച് പറഞ്ഞു ഇത് ഭയങ്കര മിറാക്കിളാണ്, കാരണം 1 വീക്ക് എടുക്കുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരൽ, ഇതൊരു ദിവസത്തിനുള്ളിൽ വന്നല്ലോ എന്ന് പറയും. അത് ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ നേരത്ത് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ ഗോൾഡ് വിറ്റിട്ട് ഒരു 2 ലക്ഷം രൂപ മാത്രമാണ്. 8.5 ലക്ഷം രൂപ ഫീസ് അടയ്ക്കണം. 8 ലക്ഷം രൂപയാണ് ഫസ്റ്റ്. അവിടുത്തെ പൗണ്ട് റേറ്റ് അനുസരിച്ച് ആ സമയത്ത് ഭയങ്കര ഹൈ ആയിരുന്നു, ഞങ്ങൾക്ക് കാശൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും സപ്പോർട്ട്, ആ സമയത്ത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഡേറ്റിൻ്റെ തലേ ദിവസം പൗണ്ട് റേറ്റ് കുറയുകയും ചെയ്ത് ഒരു 8,30,000 രൂപയ്ക്ക് എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റി. ആ പൈസ റെഡിയായത് ആ തലേ ദിവസമാണ് എനിക്ക് പൈസ റെഡിയായത്. ഞാനങ്ങനെ ഫീസ് അടച്ച് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയനും കൂടെ ഒരു പ്രശ്നം ഉണ്ടായി. ഞങ്ങൾ തമ്മിൽ തല്ലുപിടിച്ചപ്പോൾ ഇവൻ ഭയങ്കര ഒരു പാവമാണ്. അവൻ അധികം സംസാരിക്കുക അങ്ങനെ ഒന്നുമല്ല, നല്ലൊരു മോനാണ്. അപ്പോൾ ഇവനെന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മേത്തോട്ട് ഇങ്ങനെ കൈ എന്നെ പിടിച്ച് തിരിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവൻ എന്താണ് ഇങ്ങനെ ചെയ്തത്, ഇവനിങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യാത്ത ഒരാളാണല്ലോ, ഞങ്ങളുടെ പപ്പയോ ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണില്ല, ഇവനും ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചു. കാരണം അച്ഛൻ എപ്പോഴും പറയും നമ്മുടെ ലൈഫിൽ ഒരു കുരിശ് ഉണ്ടാവും, ആ കുരിശ് സ്നേഹത്തോടെ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് പോകണമെന്നും. അപ്പം ഞങ്ങൾ ഈ പ്രോസസ്സിങ്ങിന് ഇറങ്ങിയപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ലൈഫിൽ ഒരുപാട് സഹനങ്ങൾ വരും, നമ്മളത് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് മാതാവിനോട് കൂടെ നിന്ന് പോയാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും.
അപ്പം ഞാനിവിടെ പരിചയപ്പെട്ട ചേച്ചീനായിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്യും. അപ്പോഴാ ചേച്ചി എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളുടെ കൂടെ നിൽക്കും, മാതാവിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ മണം കിട്ടിയായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ച് മാതാവ് എന്തായാലും കൂടെയുണ്ട്. കാരണം ഉടമ്പടി എടുത്ത ആ ടൈമിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്, ഞങ്ങളെ മാത്രം മാതാവ് തിരിഞ്ഞു നോക്കണില്ല, ഞങ്ങളെ മാത്രം അനുഗ്രഹിക്കണില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ മാതാവ് കൂടെയുണ്ടെന്ന് മാതാവ് തെളിയിച്ചത്. അപ്പം അതിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ അനിയനായിട്ട് തലേ ദിവസം അന്ന് വൈകിട്ട് മമ്മി വന്നിട്ട് എൻ്റെ അടുത്ത് തുടങ്ങി മാതാവിൻ്റെ മണം കിട്ടിയായിരുന്നു എന്ന് പറയും. ഞാൻ പറഞ്ഞു എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, മമ്മിയുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മമ്മി പ്രാർത്ഥനയിലാണ്. അപ്പോൾ എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇവനായിട്ട് തല്ലു പിടിച്ചേക്കണോണ്ട്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാതാവേ അവൻ എന്ത് തെറ്റിലാണ്, അവൻ എന്തിങ്ങനെ കാണിക്കണമെന്ന് അറിയില്ല, നീ ഞങ്ങൾക്ക് കാണിച്ച് തരണം എന്ന് പറയും. മമ്മിയും ഞാനും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞു, മാതാവ് കാണിച്ചു തരുമെന്ന്. ഒരു ദിവസം കഴിഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം രാത്രി ഞാനും മമ്മിയും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്നും മാതാവ് കാണിച്ചു തന്നില്ലല്ലോ മമ്മി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അന്നൊരു 1:30 മണിയായപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ വന്ന് ആരോ കൊട്ടി. ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ എൻ്റെ അനിയൻ എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൻ ഉറങ്ങണേ എന്ന് പറഞ്ഞു. അവനെ വിളിക്കാൻ പറഞ്ഞു. അവനെ വിളിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ പോലീസിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മമ്മി മതിലും ചാരി മാതാവിൻ്റെ കാശുരൂപം കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ മമ്മിയുടെ അടുത്ത് നിന്നിട്ട് പറയും, മമ്മി കൂളായിട്ടിരിക്കുക, നമ്മുടെ കൂടെ മാതാവിൻ്റെ എന്തായാലും നമുക്ക് കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പോലീസിൽ നിന്നാണ്, ഇവൻ ഡ്രഗ്സ് ചെറുതായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മൾക്ക് മാതാവ് മാത്രമേ ഉള്ളൂ, ചുറ്റിനും ആരും നമ്മുടെ സപ്പോർട്ടില്ല. അപ്പോഴത്തേക്കും മമ്മിയുടെ അടുത്ത് ഞാൻ പറയും, മമ്മി വീഴരുത്, മമ്മി മാതാവിനെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവന് ഞങ്ങൾക്ക് കൊണ്ടുപോകണം, കാരണം ഡ്രഗ്സ് ഉപയോഗിക്കണത് പോലെ ഞങ്ങൾക്കൊരു ചെറിയ ഇൻഫോർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു അതിന് നിങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 10-15 പോലീസുകാരാണ് ഞങ്ങളുടെ വീട്ടിൽ 1:30 വന്നേക്കണത്. അപ്പോൾ ഇവൻ അങ്ങോട്ട് മാറിയ സമയത്ത് ഇവൻ്റെ റൂമിൽ നിന്ന് തന്നെ ഇവർ സാധനം എടുത്ത് അത് കാണിച്ചു കഴിഞ്ഞിട്ട് ഇതാണ് തെളിവെന്നും പറഞ്ഞിട്ട് ഇവനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഇവൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എടാ നീ ഇന്നലെ കാണിച്ചപ്പോൾ ഞാനും മമ്മിയും പറഞ്ഞതല്ലേ മാതാവ് നിനക്ക് നീ തെറ്റായ വഴിയിലോട്ടാണെങ്കിൽ നീ ഇങ്ങനെ കാണിച്ചതിന് തരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അവനാകെ സങ്കടമായി, അവൻ കരഞ്ഞ് അവനെ രാത്രി പോലീസ് കൊണ്ടുപോയി. അപ്പം 1:30 മണി. അപ്പോൾ പോലീസുകാർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വരണ്ട, ജാമ്യം കിട്ടാത്ത കേസാണിത്, ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ നല്ല കാശ് വേണമെന്ന് പറഞ്ഞു. അത് ആലപ്പുഴയിലത്തെ പോലീസുകാരാണ് വന്നേക്കണം, ഞങ്ങൾ ആലുവക്കാരാണ്, ആലപ്പുഴ എന്നുള്ള പോലീസുകാർ. അപ്പോൾ കൃപാസന മാതാവിൻ്റെ രൂപം എൻ്റെ അനിയൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഒരു പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ കൃപാസനത്തിൽ പോകുന്ന ആൾക്കാരാണോയെന്ന് ചോദിച്ചു. ഞങ്ങളറിയാം ആദ്യം ഞങ്ങൾ ഉടമ്പടിക്ക് എടുത്ത് കൃപാസനത്തിലെ ആൾക്കാരാണെന്ന് പറഞ്ഞു. ആണല്ലേ എന്നും പറഞ്ഞിട്ട് ഇവർ പോയിട്ട് ഞങ്ങളുടെ അടുത്തൊരു വരണ്ട കേട്ടോ, ഇനി ഒരാഴ്ചത്തേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മി ഞാൻ UK പോക്ക് നിർത്തി, നമുക്ക് പോവണ്ട. എൻ്റെ ചേട്ടനായാലും പറഞ്ഞു നമുക്ക് പോവണ്ട, അവനെങ്ങനെയെങ്കിലും പുറത്തിറക്കാം, അല്ലാണ്ട് നമുക്ക് ഇത് നോക്കി പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. മമ്മി എന്ത് ചെയ്താലും സമ്മതിക്കില്ല. മമ്മി പറയും മാതാവുണ്ട് കൂടെ, മാതാവുണ്ട്, നമുക്കിത് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, പള്ളിയിൽ പോയി. അപ്പോൾ പോലീസുകാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാരും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ വീട്ടുകാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, പുറത്ത് ലീക്കാക്കേണ്ട കാര്യമില്ല എന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവ് അവന് തെറ്റുപറ്റി, പക്ഷെ മാതാവ് ഞങ്ങൾക്ക് അവനെ തിരിച്ചു കൊണ്ട തന്നം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് എന്തായാലും പ്രാർത്ഥനയാണ്. അങ്ങനെ ഞങ്ങൾ പോലീസുകാരനെ വിളിച്ചപ്പം അയാൾ പറഞ്ഞു ജാമ്യം തരാൻ പറ്റില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെയും വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ആധാർ കാർഡായിട്ട് വാ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു, ആലപ്പുഴയ്ക്ക് വാന്ന് പറഞ്ഞു. ഇവൻ്റെ ഒപ്പം തന്നെ 4 പേരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പപ്പ രാവിലെ തന്നെ എഴുന്നേറ്റ് ആലപ്പുഴയ്ക്ക് പോണ സമയത്ത് ഞങ്ങൾ പള്ളിയിൽ പോണതിനെക്കാട്ടും മുമ്പായിട്ട് ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്തോട്ട് സഞ്ചാരി മാതാവ് ഞങ്ങൾക്ക് മുൻപേ പോയി അവനിന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനെനിക്ക് കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു, അവന് കൊടുക്കണം, പപ്പ കഴുത്തിലിട്ട് കൊടുക്കണം, പിന്നെ തൈലം അവൻ്റെ നെറ്റിയിൽ പൂശണം എന്ന് പറഞ്ഞു. പപ്പ പോയി ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ട് അവിടെ കുറേ നേരം ഇരുന്ന് ഒരു 11-12 മണിയായപ്പോൾ പപ്പ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു
അവന് മാത്രം ജാമ്യം കിട്ടി. അവിടെ ചെന്നപ്പോൾ എന്താണെന്നറിയില്ല, പോലീസുകാരൊക്കെ നല്ല രീതിയിലാണ് സ്വീകരിച്ചത്. അവരൊരു ദേഷ്യപ്പെടലൊന്നുമില്ല, കേസ് ഒന്നാക്കിയിട്ടില്ല, ജാമ്യം ഇറക്കണേന് പൈസയൊന്നും വേണ്ട, ബാക്കി ഉണ്ടായിരുന്നവരൊക്കെ ജയിലിലോട്ട് അയക്കണേണ്. അവരൊരു മീഡിയേറ്ററായിട്ട് ഉപയോഗിക്കുകയും ചെയ്തതെന്ന് പറയും. അല്ലാണ്ട് അവൻ്റെ കയ്യിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ഇവിടെ നിന്ന് വന്ന സമയത്ത് അവനും ചേട്ടനും കൂടെ മാതാവിൻ്റെ അടുത്ത് കയറി നന്ദി പറഞ്ഞ് അവനിവിടെ വീട്ടിൽ വന്നിട്ടായാലും ഒരുപാട് സങ്കടവും കാര്യങ്ങളുണ്ടായിരുന്നു. മാതാവ് അവനെ തിരിച്ചു തന്ന്. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, അവനെ നല്ല അടിയടിക്കണം, അവനിങ്ങനെയൊക്കെ തെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ക്ഷമിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പം മമ്മീൻ്റെ അടുത്ത് പറഞ്ഞ് ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ മോൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ സ്വീകരിച്ച പോലെ തന്നെ ഞാൻ അവനെ സ്വീകരിക്കണത്. കാരണം അവനെ നമുക്ക് തിരിച്ചു തന്നതാണ് മാതാവ്. അവൻ്റെ ഒരു ചെറിയ തെറ്റ് കാണിച്ചു തന്നാണ്. അതിൽ നമുക്കൊന്നും വിചാരിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അവനിപ്പോൾ നല്ലൊരു മോനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രോസസ്സിങ് അവിടെ വെച്ച് നിർത്തിയില്ല, സ്റ്റോപ്പ് ചെയ്ത് വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് കാശിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാരൊന്നും പൈസ തന്നില്ലായിരുന്നു. പപ്പ അങ്ങനെ പൈസയൊന്നും തരില്ല, മമ്മി തന്നെയാണ് എല്ലാം ചെയ്യണത്. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും ഓരോ സഹനങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോഴും മാതാവിനോട് കൂടെ നിന്നാണ് ഞങ്ങൾ പോയതും. അങ്ങനെ വിസ ടൈമായി. വിസയുടെ പ്രോസസ്സിങ്ങിനായ സമയത്ത് എനിക്ക് 1.5 ലക്ഷം രൂപ വേണമായിരുന്നു. അപ്പോൾ 1.5 ലക്ഷം രൂപക്ക് അവർ ഡേറ്റ് പറഞ്ഞ് ഇത്രാം തീയതിക്കുള്ളിൽ വേണമെന്ന്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ലോണൊന്നും കിട്ടില്ല, എനിക്ക് സിബിൽ പ്രശ്നമുണ്ട്. എൻ്റെ പപ്പയ്ക്ക് ജാമ്യം നിന്നേക്കണോണ്ട് ഒരുപാട് ബാങ്കിൽ കയറി ഞാൻ ഇറങ്ങി, ലോൺ കിട്ടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പോകാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് മാതാവാണ് ഇതുവരെ എത്തിച്ചേക്കണത്. ഇത്രയും സഹനങ്ങൾ തന്നെങ്കിലും മാതാവാണ് എത്തിച്ചെങ്കിലും മുന്നോട്ട് മാതാവ് കൊണ്ടുപോകുമെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിസയുടെ ടൈമായപ്പോൾ ഞാനും ചേട്ടനും കൂടെ ബാങ്കിൽ പേഴ്സണൽ ലോൺ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയി. എനിക്ക് 2 ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്. ഒരെണ്ണം SBIയിലും HDFCയിലും പോയി, ചേട്ടൻ്റെ ബാങ്കിലും പോയി. എല്ലാവരും പറയും നമുക്ക് ലോൺ കിട്ടില്ല, അങ്ങനെ പേഴ്സണൽ ലോൺ കിട്ടണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ചോദിക്കാൻ ഇനി ആരുമില്ല, ഇനി ഒരു വഴിയില്ല മുന്നോട്ട്, മാതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ്റെ ഫ്രണ്ട് അന്ന് വൈകിട്ട് ഒരു 1:40 കൈ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തരാം, പക്ഷെ 5-ാം തീയതിക്ക് മുമ്പ് ചേട്ടൻ്റെ പ്രോസസ്സിങ് ആകുമ്പോൾ തിരിച്ച് തന്നെന്ന് പറഞ്ഞു. ഞാൻ മമ്മിയുടെ അടുത്ത് പറയും, മമ്മി തിരിച്ചു കൊടുക്കാൻ പൈസ നമുക്കില്ല, നമുക്ക് ഇതിവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുക, ഫണ്ട് റീഫണ്ട് ചെയ്യാം നമുക്ക് യൂണിവേഴ്സിറ്റി എന്നുള്ളത്, അല്ലാണ്ട് നമുക്കൊരു വഴിയില്ല എന്ന് പറഞ്ഞു. മമ്മി ഇറങ്ങി, ഇല്ല, മാതാവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് എന്നെ മുന്നോട്ട് വെക്കുക, അവൻ്റെ ആ ഫണ്ട് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വിസയുടെ ഡേറ്റ് എടുത്തത് മാതാവ് തന്നത് മാതാവിൻ്റെ ചൊവ്വാഴ്ച ദിവസമാണ് എനിക്ക് ഡേറ്റ് തന്നപ്പോഴും 5-ാം തീയതി ചേട്ടന് പൈസ കൊടുക്കണം. ഞങ്ങൾ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ബാങ്കിൽ പോയി, തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കിടക്കണമായിരുന്നു. മാതാവ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ഞാൻ എപ്പോഴും ഓഫ് ചെയ്തിടും. അതിന് 2 ദിവസം മുമ്പ് ഞാൻ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് വെറുതെ വന്നപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല, അവർ ലിങ്ക് അയച്ചെന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ 1.5 ലക്ഷം രൂപ 1.15 1,15,000 നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ ആയിട്ടുണ്ടെന്ന്. അത് IDFC ബാങ്കിൽ നിന്ന്. ഞാനാകെ ഷോക്കായിപ്പോയി. ഞങ്ങളാകെ 2 ബാങ്കേ ഉള്ളൂ ഞങ്ങൾക്ക്, IDFC ബാങ്ക് ഞങ്ങൾക്കില്ല. അപ്പം ഞാൻ ഇത് ഇങ്ങനെ അവർ നമ്പറും തന്നിട്ടുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞു അവർ പറഞ്ഞു, സിബിലൊന്നും പ്രശ്നമല്ല, 10 മിനിറ്റിനുള്ളിൽ പൈസ ക്രെഡിറ്റ് ആവും, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വന്നെന്ന് പറയും. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവരോട് ചോദിച്ചു, ഞാൻ ഞാൻ IDFC ബാങ്കിൽ ഒന്നുമില്ല, പിന്നെ എനിക്കെങ്ങനെ ഈ ലോൺ പാസ്സായതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ്, ഇത് നിങ്ങൾക്ക് അക്കൗണ്ടൊന്നുമില്ല ശരിയാണ്, പക്ഷേ നിങ്ങൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ ബേസിലാണ് ലോൺ പാസ്സായതെന്ന് പറയും. ശരിക്കും ആ സമയത്ത് ആ പൈസ മാതാവ് തന്നെ കൊണ്ടു തന്നാണ്. കാരണം അങ്ങനത്തെ ഒരു ബാങ്കായിട്ട് എനിക്ക് ഒരു കോൺടാക്റ്റും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് 1,15,000 രൂപ എനിക്ക് ക്രെഡിറ്റായി 10 മിനിറ്റിനുള്ളിൽ. പിന്നെ എനിക്ക് വേറെ പൈസ, എൻ്റെ വിസയുടെ പൈസ ചേട്ടന് കൊടുക്കാനുള്ള പൈസയൊക്കെ എനിക്ക് കിട്ടി. ഞാനതൊരു അരമണിക്കൂറിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിസ കൊടുത്തു കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഞാൻ വിസ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രയോറിറ്റി വിസ 7 ദിവസത്തിനുള്ളിൽ കിട്ടുള്ളൂ. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാൻ വിസയ്ക്ക് കൊടുക്കണേണ്. ഞാൻ ആ വിസയെ ഡോക്യുമെൻറ്റ്സും പാസ്പോർട്ടിലൊക്കെ മാതാവിൻ്റെ ഉപ്പിട്ടിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. എന്നിട്ട് വിസ കൊടുത്തപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിൻ്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 8-ാം തീയതി, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മാതാവ് എനിക്ക് ആ വിസ തന്നെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇതുപോലെ ഞങ്ങൾ ഒരു ഗ്യാങ്ങായിട്ടാണ് വിസക്ക് വെച്ചേക്കണത്.
അത് കഴിഞ്ഞ് സെപ്റ്റംബർ 8 വൈകിട്ട് എനിക്ക് ഫോണിലോട്ട് മെയിൽ വന്ന് നിങ്ങളുടെ വിസ അപ്രൂവലായി എന്നും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആർക്കും വിസ കിട്ടിയിട്ടില്ല. ചിലവർക്ക് പ്രോബ്ലം വന്നു, പേപ്പറിൻ്റെ പ്രോബ്ലം വന്ന്, ചിലവർക്ക് കിട്ടിയില്ല. എനിക്ക് 4-ൻ്റെ അന്ന് മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് സമ്മാനമായിട്ട് തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാനത് വിസ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വിസ വെക്കണമായിരുന്നു. ചേട്ടൻ്റെ വിസ വെച്ച് എൻ്റെ വിസ കിട്ടിക്കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വിസ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കവിടെ 18 ക്ലാസ് തുടങ്ങും. അപ്പോൾ നമ്മൾ ഒക്ടോബർ 2 കയറിയാൽ മതി. അപ്പോൾ ചേട്ടൻ്റെ വിസ വെച്ച്, ചേട്ടൻ്റെ വിസയും പ്രയോറിറ്റി വിസ വെച്ചെങ്കിലും നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല കിട്ടുമെന്ന്. 2 പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ 2 കൽപ്പിച്ച് സെപ്റ്റംബർ 27 എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ മമ്മി പറഞ്ഞു, നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോ, അവനും കൂടെ ബുക്ക് ചെയ്തോ, അവൻ എന്തായാലും കിട്ടും, മാതാവ് തന്നിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ ഞങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. 7-ൻ്റെ അന്ന് ചേട്ടൻ്റെ വിസ അപ്രൂവലായി. ഞങ്ങൾ നാളെ പോണേണ്, നാളെ നൈറ്റ് UK പോണേണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 9-ാം തിരുവചനമാണ്. സക്കേവൂസിൻ്റെ വീട്ടിൽ പ്രവേശിച്ചിട്ട് ഈശോ പറയുന്ന തിരുവചനങ്ങളാണ്. ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്ന സക്കേവൂസ് താൻ മറ്റുള്ളവരിൽ നിന്ന് അധികമായിട്ടെടുത്തതെല്ലാം 4 ഇരട്ടിയായിട്ട് തിരിച്ചു നൽകുവാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് ഈശോ തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ സക്കേവൂസ് ഏറ്റു പറയുന്നുണ്ട്. കഠിന ഹൃദയനായ ഒരു ന്യായാധിപനല്ല, സ്നേഹത്തോടെ ചേർത്തണയ്ക്കുന്ന ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിനെ പ്രതീക്ഷിച്ചിരുന്ന് ആ പുത്രനെ മാറോടണയ്ക്കുന്ന സ്നേഹവാനായ പിതാവാണ് ദൈവം എന്നുള്ളതാണ് നമുക്ക് സുവിശേഷങ്ങളിലൂടെ ഈശോ പിതാവായ ദൈവത്തെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ചിത്രം. അനുഭവ സാക്ഷ്യങ്ങളിലൂടെ തൻ്റെ UK പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാണ്, അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ എന്തൊക്കെ, ലോണൊക്കെ കിട്ടുവാനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നീട് ലോൺ എങ്ങനെ അറിയാൻ പാടില്ലാത്ത സോഴ്സിൽ കൂടി പോലും ലോൺ എങ്ങനെ പാസ്സാകുന്നു, അതുപോലെ തന്നെ തൻ്റെ അനുജൻ്റെ തെറ്റായ ജീവിതത്തിൽ നിന്ന് ആ മകനെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയൊക്കെ എങ്ങനെ സാധിച്ചു. ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ അമ്മയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിക്കുന്ന ഒരു മകനായിട്ട് ആ മകൻ ജീവിക്കുന്നു. ഇതൊക്കെയാണ് നാം കേട്ടത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികൾ, നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഇടപെടുന്ന ദൈവത്തിൻ്റെ വഴികൾ നിഗൂഢങ്ങളാണ്. അത് ഉടമ്പടിയിലൂടെയാണ് പലപ്പോഴും നാം നമ്മെ തന്നെ അറിയുന്നതും തമ്പുരാനിലേക്ക് അടുക്കുന്നതും. അങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ ഒത്തിരിയാണ് ഈ തിരുവൾത്താരയിൽ നമ്മോട് ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം. മാറ്റേണ്ടതൊക്കെ മാറ്റി ഉടമ്പടി ജീവിതം വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ കൃപകൾ നേടുന്നവരായി നമുക്കും സാക്ഷ്യം പറയുന്നവരാകാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.